അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്, കാന ഹൗലായി ഖൗമൻ സ്വാലിഹീന ഫീ ഖൗമി നൂഹിൻ അലൈഹിസ്സലാം. ലോകത്ത് ഏറ്റവും ആദ്യമായി വിഗ്രഹങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ടത് വദ്, സുവാ, യഗൂസ്, യൗഖ്, നസ്ർ. അതിനു മുമ്പ് ലോകത്തൊരിടത്തും വിഗ്രഹങ്ങളില്ല, പ്രതിഷ്ഠകളില്ല, ആരാധനാ വിഗ്രഹങ്ങളില്ല, ദൈവങ്ങളില്ല. അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെട്ട ആദ്യത്തെ 5 ആളുകളാണ്. അവരാരാണ്? നൂഹ് നബിയുടെ ജനതയിൽ ജീവിച്ചിരുന്ന സച്ചരിതരാണ്. ആരാണ്? മഹാന്മാരാണ്. ദൈവം എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രത്യേകം കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചതല്ല. ആ നാട്ടുകാർക്കിടയിൽ ഭക്ഷണം കഴിച്ചും അങ്ങാടിയിലൂടെ നടന്നും അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തും അവരുടെ ഇടയിൽ ജീവിച്ച പണ്ഡിതന്മാരാണ്. ഫലമ്മാ മാതു, അവർ മരണമടഞ്ഞപ്പോൾ, അകഫു അലാ ഖുബൂരിഹിം, അവരുടെ ഖബറിന്റെ അരികിൽ ഇവർ ഭജനമിരുന്നു. സുമ്മ സവ്വറു തമാസീലഹും, എന്നിട്ട് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. സുമ്മ ത്വാല അലൈഹിൽ അമദു, പിന്നെ കാലങ്ങളങ്ങ് നീണ്ടുപോയി. ഫഅബദൂഹും, എന്നിട്ട് അവർ ഇവരെ ആരാധിച്ചു. വകാന ഹാദാ മബ്ദഉ ഇബാദത്തിൽ അസ്നാം, ഇതാണ് വിഗ്രഹാരാധനയുടെ തുടക്കം. ഫഹഉലായി ജമഉ ബൈനൽ ഫിത്നതൈനി, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ 2 ഫിത്നകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. 2 കുഴപ്പങ്ങളെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? ഫിത്നത്തുൽ ഖുബൂരി, ഖബറുകളുമായി ബന്ധപ്പെട്ട കുഴപ്പമാണ്. വഫിത്നത്തു തമാസീൽ, വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഫിത്നകളാണ്. അപ്പോൾ മഹാന്മാര് മരണമടയുമ്പോൾ അവരുടെ ഖബറിങ്കിലേക്ക് റബ്ബിനോട് ചോദിക്കുന്ന ആവശ്യങ്ങളുമായി വരുന്നവർ, റബ്ബിനോട് തേടുന്നത് പോലെ അവരോട് തേടുന്നവർ, അവരുടെ മുന്നിൽ നെഞ്ച് പൊട്ടിക്കരയുന്നവർ, അവരോട് തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവർ, അവർ ഏറ്റവും വലിയ ഫിത്നയിൽ അകപ്പെട്ടിരിക്കുന്നു. അതേപോലെ രണ്ടാമതായി അതിൽ നിന്ന് വിഗ്രഹാരാധന പിൽക്കാലത്ത് രൂപപ്പെട്ടു. അപ്പോൾ വിഗ്രഹം എന്ന് പറയുന്ന ഒരു ഫിത്ന, ഇങ്ങനെ 2 തരം ഫിത്നകൾ അവർ ഒരുമിപ്പിച്ചു. വഹുമൽ ഫിത്നതാനി, ഇത് 2 തരം ഫിത്നകളാണ്. അല്ലത്താനി, അത് രണ്ടും അശാറ ഇലൈഹിമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസിൽ മുത്തഫഖ് അലാ സിഹ്ഹതിഹി, സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർക്ക് ഐക്യാഭിപ്രായം ഒരു ഹദീസിലൂടെ നബി ഈ 2 ഫിത്നകളെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയിൽ നിന്ന് നിവേദനം, അവർ പറഞ്ഞു, അന്ന ഉമ്മ സലമത ദകറത് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനീസതൻ റഅത്ഹാ ബി അർളിൽ ഹബശ യുഖാലു ലഹാ മാരിയ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഉമ്മു സലമ ബീവി പറയുകയാണ്, റസൂലിനോട് അവർ പറഞ്ഞു, അതായത് അവർ ഹബിഷ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച്, മനസ്സിലായില്ലേ? അവിടെ എന്താണ്? അവിടെ പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, അവിടെ ചില രൂപങ്ങൾ, പ്രവാചകന്റെ പത്നിമാർ പ്രവാചകനോട് പറയുന്നു, ആ പള്ളികളിൽ, ചർച്ചുകളിൽ ഞങ്ങൾ ചില രൂപങ്ങൾ കണ്ടു, മഹാന്മാരുടെ ചില ചിത്രങ്ങളും പ്രതിമകളുമുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഉലൈക ഖൗമുൻ, അതൊരു ജനതയാണ്, ഇദാ മാത ഫീഹിമുൽ അബ്ദു സ്വാലിഹു, അവരിലെ സ്വാലിഹായ ഒരു അടിമ മരണപ്പെട്ടാൽ, അവർ റജുലു സ്വാലിഹു, അല്ലെങ്കിൽ നല്ലവനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ബനൗ അലാ ഖബരിഹി മസ്ജിദ, ഖബറിന്റെ മുകളിൽ അവർ സുജൂദ് ചെയ്യാനുള്ള സ്ഥലം കെട്ടിയുണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവറ, എന്നിട്ട് നിങ്ങൾ ആ ചർച്ചുകളിൽ കണ്ട ആ രൂപങ്ങൾ ഉണ്ടല്ലോ, അതവിടെ രൂപമുണ്ടാക്കി വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ അരികിലെ ഏറ്റവും മോശം സൃഷ്ടികൾ അവരാണ്. ഞങ്ങൾ മഹാന്മാരെ ആദരിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദരിക്കാൻ എന്ന പേരിൽ മഹാന്മാരുടെ ചിത്രങ്ങളും രൂപങ്ങളും അവരുടെ മക്ബറകളുടെ പരിസരത്തുണ്ടാക്കി വെച്ചവരാണ് ലോകത്തെ ഏറ്റവും നികൃഷ്ടരായ സൃഷ്ടികൾ. അപ്പോൾ ഖബറിന്റെ അരികിൽ ഖബറാളികളുടെ കാര്യത്തിൽ അതിരുവിടുക എന്ന ഒരു പ്രശ്നം മരണാനുബന്ധ വിഷയങ്ങളിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഒരു മഹാനാണ് മരണപ്പെട്ടതെങ്കിൽ, ഒരു ബീവിയാണ് മരണപ്പെട്ടതെങ്കിൽ, ഒരു റസൂലാണ് മരണപ്പെട്ടതെങ്കിൽ, ഒരു വലിയ അല്ലെങ്കിൽ വലിയെന്ന് കരുതുന്നയാളോ ആണ് മരണപ്പെട്ടതെങ്കിൽ, ആ ഖബറിന്റെ അരികിൽ ഇത്യാദി. ഇന്ന് ഇസ്ലാമിക വിശ്വാസത്തിന് എതിരായ സൃഷ്ടിപൂജകരായ ആളുകൾ അവരുടെ വിഗ്രഹങ്ങളുടെയും പ്രതിമകളുടെയും അരികിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടോ, മഹാന്മാരുടേതെന്ന് പറയപ്പെടുന്ന മക്ബറകളുടെ മുന്നിൽ, അലി റളിയല്ലാഹുവിന്റെ മക്ബറയുടെ പരിസരത്ത്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്ബറയുടെ പരിസരത്ത്
ഇനി പ്രവാചകന്മാരുടേതാണ് എന്ന് പറയപ്പെടുന്ന ചില മക്ബറകളുടെ പരിസരത്ത്, അതേപോലെ തന്നെ നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ പരിസരത്ത്, മഹാബീവിമാരാണ് എന്ന് പറയപ്പെടുന്ന ആളുകളുടെയും ബീവിമാരുടെയും ഖബറുകളുടെ പരിസരത്ത് എന്തൊക്കെയാണോ വിഗ്രഹാരാധകർ അവരുടെ വിഗ്രഹത്തിന്റെ അരികിൽ ചെയ്തു കൂട്ടുന്നത്, തത്തുല്യമായ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്ന സ്വഭാവം അത് മുൻകഴിഞ്ഞു പോയ പിഴച്ച തലമുറകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് യഹൂദ ക്രൈസ്തവർ എങ്ങനെ പിഴച്ചുപോയി എന്ന് പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്ത വിഷയം തുടങ്ങണം. മക്ബറകളിലാണ് വിഗ്രഹാരാധനയുടെ ഉത്ഭവം. വിഗ്രഹാരാധന വേറെയും ഖബർ ആരാധന വേറെയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ദിവസം നിങ്ങൾക്കറിയാമോ? 10-13 ദിവസക്കാലം രോഗശയ്യയിലായിരിക്കെ അവസാനത്തെ 5 ദിവസങ്ങളിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് വ്യക്തമായി സംസാരിക്കാൻ പോലും അദ്ദേഹം പറയുന്ന വാക്കുകൾ വ്യക്തമാകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പോലും അദ്ദേഹം ഭയപ്പെടുന്നതും പറയുന്നതും താക്കീത് ചെയ്യുന്നതും എന്താണ്? ഒരിക്കലും നിങ്ങൾ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത്. അല്ലാഹു റബ്ബിനോട് ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാന ദുആകളിൽ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു പ്രതിഷ്ഠയാക്കരുതേ. അവിടെ വസന സ്വനമ എന്ന് പോലുമല്ല പറഞ്ഞത്. വസൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം കൊടുക്കുന്ന ഇബാദത്ത്. അത് കൊടുത്താൽ അതിന് രൂപം വേണമെന്നില്ല, ഒരു കണ്ണ് വേണമെന്നില്ല, ഒരു വ്യക്തിയുടെ ഹാവഭാവങ്ങൾ വേണമെന്നില്ല. ആരാധിക്കപ്പെടുന്ന ഏതൊരു സംവിധാനത്തിനും അത് തന്നെ പറയും വസന എന്ന് പറയും. അതുകൊണ്ട് എന്റെ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. എന്താണ് ആരാധന? ആരാധനയുടെ മർമ്മം അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന, അതുതന്നെയാണ് ആരാധന. അള്ളാഹുവേ എന്റെ പ്രശ്നം പരിഹരിക്കണേ, അള്ളാഹുവേ എന്റെ രോഗം ശിഫയാക്കണേ, അള്ളാഹുവേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, അള്ളാഹുവേ എന്റെ പാപങ്ങൾ പൊറുക്കണേ, അള്ളാഹുവേ എനിക്ക് സന്മാർഗം നൽകണേ. ഇങ്ങനെ റബ്ബിനെ വിളിച്ചുകൊണ്ടും അവന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അവന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അവനോട് നാം മനംനൊന്ത് തേടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നിതാ പൗരോഹിത്യന്മാരുടെ പിന്നാലെ ചെന്ന് മക്ബറകളിൽ മറമാടപ്പെട്ട വ്യക്തികൾ, മഹാന്മാരാകട്ടെ അല്ലാതിരിക്കട്ടെ, മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടും അല്ലാതെയും അവരുടെ മുന്നിൽ ചെന്ന് അതേ കാര്യങ്ങൾ ചോദിക്കുന്നു. മരണപ്പെട്ടവരോട് ഞങ്ങൾക്ക് മഴ തരണേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ, ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ, ഞങ്ങൾക്ക് നരകമോചനം തരണേ, ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കണേ. ഇങ്ങനെ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ദുആയുണ്ടല്ലോ, ആ ദുആ സൃഷ്ടികളോട് ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നൂഹ് അലൈഹിസ്സലാമിനെ അള്ളാഹു ആദ്യമായി റസൂലായി നിയോഗിച്ചത് ഈ ഉമ്മത്തിൽ ബഹുദൈവത്വം ശിർക്ക് വന്നപ്പോഴാണ്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. മക്ബറകളുടെ കാര്യത്തിലും മക്ബറകളിൽ മറമാടപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിലും അതിര് വിട്ടുകൊണ്ട് അവരോട് റബ്ബിന് മാത്രം കൊടുക്കുന്ന തേട്ടങ്ങൾ നടത്തുകയും അവർക്ക് റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. മരണാനുബന്ധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നാം മനസ്സിരുത്തേണ്ട കാര്യം, മരണപ്പെട്ടു പോയവരുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ അതിരുവിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു, ലാ തുറൂനി കമാ അസ്റത്തിൻ നസ്വാറാ ഇബ്നു മറിയം, ക്രൈസ്തവർ ഈസ ഇബ്നു മറിയമിന്റെ കാര്യത്തിൽ അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങൾ എന്റെ കാര്യത്തിൽ നിങ്ങൾ അമിത പ്രശംസ നടത്തരുത്. ഈസാ നബിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ അർഹതയുള്ള വ്യക്തിയാണ്. ഈസാ നബി അള്ളാഹുവിലേക്ക് അടുത്തവനായതുകൊണ്ട് ഈസാ നബിയോട് തേടിയാൽ അള്ളാഹുവോട് തേടുന്ന അതേ കാര്യങ്ങളൊക്കെ ഈസാ നബിയോടും തേടിയാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന വിശ്വാസത്തിൽ റബ്ബിന് മാത്രം നൽകേണ്ട പ്രാർത്ഥനകൾ ഈസാ നബിക്ക് തേടുന്ന സാഹചര്യം നസാറാക്കളിൽ ഉണ്ടായി. ചില ആളുകൾ കുറച്ചുകൂടി അതിര് കവിഞ്ഞ് ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വാദിക്കുന്ന അവസ്ഥയുണ്ടായി. അതുതന്നെയാണ് മഹാന്മാരുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞ എല്ലാവർക്കും, സാങ്കല്പിക കഥാപാത്രങ്ങളായ മഹാന്മാരാണെങ്കിലും ശരിക്കും ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണെങ്കിലും അവരുടെ കാര്യത്തിൽ അതിര് വിട്ടവരൊക്കെ റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ മക്ബറകൾ, ദർഗകൾ, ജാറങ്ങൾ, അതിലൂടെയും വിഗ്രഹങ്ങളിലൂടെയും സൃഷ്ടികൾക്ക് നൽകുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കോപങ്ങൾ വന്നിറങ്ങുന്ന പ്രവർത്തനം അത് നമ്മുടെ ഉമ്മത്തിൽ ഒരു കാരണവശാലും കടന്നു വരാൻ പാടില്ല. കാരണം നമ്മുടെ എല്ലാ നന്മകളും ഇല്ലാതായി പോകും ഇൻഷാ അല്ലാഹ്.